Hi, hello. Welcome to yet another episode of My Choice Puttupodi and Spices Fun Family. ഫൺ ഫാലിമിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡുമായി ഞാൻ എത്തിയിരിക്കുന്നത് എറണാകുളം പനമ്പള്ളി നഗറാണ്. സ്മിത ചേച്ചിയാണ് ഇന്ന് നമ്മളെ കോൺടാക്ട് ചെയ്തിരിക്കുന്നത്. സോ സ്മിത ചേച്ചി ഹസ്ബൻഡിന് കൊടുക്കാനുള്ള പണിയൊക്കെ ആയിട്ട് അവിടെ സെറ്റായിട്ടിരിക്കുകയാണ്. ബാക്കി എന്താണെന്ന് നമുക്ക് പോയി നോക്കാം. ബാ. ഹായ് സ്മിത ചേച്ചി, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്മിത ചേച്ചി. ഞാനൊരു ഗിഫ്റ്റ് വരുമ്പോൾ തന്നെ തന്നേക്കാം. ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എന്ന് ഞാൻ പ്രത്യേകിച്ച് ചോദിക്കുന്നില്ല, ബിക്കോസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ എന്തൊക്കെയുണ്ട് സ്മിത ചേച്ചി വിശേഷങ്ങൾ? ഓക്കെ, അപ്പോൾ ചേട്ടനകത്തുണ്ടോ? ശരി. ഹായ് അനിൽ ചേട്ടാ, ഞങ്ങളെ മനസ്സിലായോ? തീർച്ചയായിട്ടും ഇന്ന് എന്തോ ഒരു പണി തരാൻ സൂര്യ കോമഡിയിൽ നിന്ന് വരും എന്ന് വൈഫ് പറഞ്ഞായിരുന്നു. എന്താ പണിയെന്ന് അറിയില്ല. എന്തായാലും സ്മിത ചേച്ചി ഒരു ചെറിയ ഇൻട്രോ കൊടുത്തത് നന്നായി. അപ്പൊ എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നില്ല എന്തായാലും. അപ്പൊ അനിൽ ചേട്ടൻ എന്താ ചെയ്യുന്നത്? ഞാൻ കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ സെലൂൺ പ്രൊഡക്ട്സിന്റെ ഒരു ഹോൾസെയിൽ ഡീലറാണ്. സിറ്റി കളക്ഷൻസ് എന്ന് പറയും. മറൈൻ ഡ്രൈവ് ആണ് എന്റെ ഷോപ്പ് ഉള്ളത്. സ്മിത ചേച്ചി എന്താ ചെയ്യുന്നത്? ഞാൻ ഹൗസ് വൈഫ്, ഇവിടെ വീട്ടിൽ നോക്കുന്നു, പെരക്കെ ഷോപ്പിൽ പോവും, അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. കോസ്മെറ്റിക്സിന്റെ ആണല്ലോ ഹസ്ബൻഡ് ചെയ്യുന്ന ബിസിനസ്. അപ്പം ചേച്ചിയുടെ ഒരു ഇൻപുട്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഞാനും ഈ കോസ്മെറ്റിക്സിലൊക്കെ ഇൻവോൾവ് ആണ്. കുറെയൊക്കെ മാനുഫാക്ചറിങ് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പൊ മാനുഫാക്ചറിങ്ങിൽ ഞങ്ങൾക്ക് ലൈസൻസ് അതൊക്കെ എടുത്ത് അതിന്റെ ഒക്കെ പിന്നാലെ ഞാൻ തന്നെയാണ് നടക്കണം, ക്രീം ഉണ്ടാക്കാനും അതൊക്കെ ആയിട്ട്. ഓ അടിപൊളി. അപ്പൊ വേറെ ആരൊക്കെ ഉണ്ട് ഇവിടെ? ഇവിടെ മോനാണ് മോന് അഡ്വക്കേറ്റ് ആണ്, ജൂനിയർ അഡ്വക്കേറ്റ് ആണ്. അതേപോലെ തന്നെ മോള് ഡോക്ടറാണ്. മോനൊരു ജോൺസ്, മോളുടെ പേര് ജാനിസ്. മോളുടെ മാരേജ് ഇപ്പോൾ കഴിഞ്ഞു. പയ്യനിപ്പോൾ നമ്മുടെ ജൂബിലിയിൽ ഓർത്തോ സർജനാണ്. പിന്നെ അമ്മയുടെ പേരെന്താ? അമ്മണി. ഓക്കെ. നമ്മൾ പണി കൊടുക്കാൻ വേണ്ടിയാണല്ലോ വന്നത്. പണിയെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ചേച്ചി പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ത് കൊടുക്കും? അല്ല, പൊതുവെ എങ്ങനെയാ ചേട്ടൻ ഫുൾ ബിസിനസ് ഒക്കെ ആയിട്ട് ബിസിനസ് തിരക്കാണ്, പറയാൻ പറ്റും. ഭയങ്കര ലേറ്റ് നൈറ്റ് ആയിട്ടാ വരിക, രാവിലെ പോവും. അപ്പൊ പിന്നെ ആൾക്ക് സമയമൊന്നുമില്ല. എനിക്കൊരു മെയ്ഡ് ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ. അപ്പൊ ഞാനിങ്ങനെ പോണു, അത്ര തന്നെ. ഈ 27 വർഷത്തിനിടയ്ക്ക് ചേട്ടൻ എന്തൊക്കെ സഹായം ചെയ്തു തന്നിട്ടുണ്ട്? സഹായം എന്ന് പറഞ്ഞാൽ എനിക്ക് പനിയൊക്കെ ആയി കഴിഞ്ഞാൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരും. അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെ ചെറുത്, അല്ലാണ്ട് ആവശ്യമില്ല ഇവിടെ. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുക്ക് ചെയ്യാനൊക്കെ അറിയാം. മക്കൾക്കൊക്കെ എക്സാം ആയി കഴിഞ്ഞാൽ ഞാൻ കിടന്നുറങ്ങിയാലും ഉറങ്ങാണ്ടിരുന്നിട്ട് ചായ കാപ്പിയൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പൊ നമ്മുടെ പണി എന്തായിരുന്നു? ഞാൻ കട്ട് ചെയ്തത് അങ്ങനെ വെജിറ്റബിൾസ് ഒന്നും കട്ട് ചെയ്യാറ് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കട്ടെ. സാമ്പാറിന്റെ വെജിറ്റബിൾസ് സാമ്പാർ ഉണ്ടാക്കണ്ട, വെജിറ്റബിൾസ് കട്ട് ചെയ്ത് തന്നാൽ മതി. എനിക്കൊന്ന് കാണണത് എങ്ങനെയാണ്. എനിക്ക് തോന്നി ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ സാമ്പാർ ഉണ്ടാക്കാനായിരുന്നു ചേച്ചിയുടെ പ്ലാൻ. അപ്പൊ ഐഡിയപരമായിട്ട് ചേട്ടനെ കൊണ്ട് പച്ചക്കറി കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ചേട്ടാ, അതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ സാമ്പാറിനകത്ത് എന്തൊക്കെ വേണം എന്നറിയാവോ? സാമ്പാറിന് നമ്മുടെ വെണ്ടയ്ക്ക കാണാറുണ്ട്, പിന്നെ എന്താ പറയാ മത്തങ്ങ കാണാറുണ്ട്, വെള്ളരിക്ക കാണാറുണ്ട്, പിന്നെ നല്ല പരിപ്പിട്ട് സാമ്പാർ കഴിച്ചിട്ടുണ്ട്, പിന്നെ വെജിറ്റബിൾസ് എന്താ പറയാ വഴുതന, ഒരു ഇതിലുള്ള എല്ലാം കാണാറുണ്ട്. നമ്മുടെ അടുത്തൊരു കടയുണ്ടായിരുന്നു, അതിലൊരു സാമ്പാർ കഷ്ണത്തിന്റെ ഒരു കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 രൂപ കൊടുത്താൽ വലിയൊരു കിറ്റ് കിട്ടും. അതിൽ കാണുന്ന ചേന, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ. അപ്പൊ കുറച്ച് പച്ചക്കറിയുടെ ഐറ്റംസ് ഒക്കെ പറഞ്ഞു ചേച്ചി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ബൈ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ? ഓർ ചേട്ടൻ ഫൈൻ ചെയ്യണോ എവിടൊക്കെ എന്തൊക്കെ വെച്ചിട്ടുണ്ട്? എനിക്ക് നോക്കി പീൽ ചെയ്യണം. ഈ മത്തങ്ങ മുറിക്കുന്നൊക്കെ ഒന്ന് കാണണം. ഹോൾ മത്തങ്ങയാണ്, അപ്പൊ അത് കട്ട് ചെയ്യണതൊക്കെ എങ്ങനെയാന്നൊക്കെ ഒന്ന് എനിക്ക് കാണണം. അപ്പൊ നമുക്ക് എന്തായാലും കിച്ചണിൽ പോവാം. ചേട്ടാ, സാമ്പാറിന്റെ സാധനങ്ങളെല്ലാം എടുക്കാം, വൃത്തിയാക്കാൻ വെക്കാം. ആൻഡ് അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ചേച്ചിയെ വിളിക്കാം, എത്രത്തോളം ക്ലീൻ ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൊന്ന് നോക്കാനായിട്ട്. സഹായിക്കാനില്ല. ഇല്ല, ഞങ്ങൾ രണ്ടും ഇല്ല. ഞങ്ങൾ രണ്ടും ഗെയിമിലില്ല ചേട്ടാ. ചേട്ടൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ചേട്ടൻ ഒറ്റയ്ക്കാ. അപ്പൊ നമുക്ക് എന്തായാലും പോവാം. ചേച്ചി ഇവിടെ ഇരിക്ക്, ഞങ്ങളൊന്ന് പോയി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കാം. അപ്പൊ വാ.
ഗൈസ് ഓൾ സെറ്റ്. നമ്മളിത് പച്ചക്കറി അരിയാനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ചേച്ചി ഇതെല്ലാം സെറ്റാക്കി വെച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും സെറ്റാക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. കട്ടിംഗ് ബോർഡ് വരെ എടുത്തത് ഇവിടെ പക്കയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. ചേട്ടൻ എന്താ ഇത്തിരി പേടിച്ചോ? കുറച്ച് മുമ്പ് വരെ ഉണ്ടായിരുന്ന ആ ഒരു ഉന്മേഷം ഇപ്പൊ കാണുന്നില്ലല്ലോ. ഇല്ല, ഞാന് ആദ്യം എന്തെടുക്കണം എന്നുള്ളൊരിതാണ്. കാരണം എല്ലാം ആദ്യമായിട്ട് ചെയ്യുന്ന കുറെ വർക്കുകൾ. ഇതെനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായി കാണുന്ന ഒരു സാധനമാണിത്. ഇതിൽ ഏറ്റവും വലുത് ഇതാണ്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പിടിക്കുന്നത്. പണ്ട് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന്റെ തോല് കളയും അല്ലേ? കത്തിയൊക്കെ മൂർച്ചയുണ്ടോ? എത്ര മൂർച്ചയാണോ ഇതിന്റെ ഉറപ്പ് കൂടുതലാണോ എന്ന് അറിയുന്നില്ല. ചെയ്ത് ലാസ്റ്റ് മത്തങ്ങ കാണുമോ? അതല്ലേ, മത്തങ്ങ ഉണ്ടാവും. ഇച്ചിരി കനം ഉള്ള തോടാണ്. ചേട്ടന് പ്രോപ്പർ സ്ഥലം എവിടെയാ? പ്രോപ്പർ ഞാൻ 93-ൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാലിക്കറ്റാണ്. പ്രോപ്പർ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ്. തൃശ്ശൂരാണ് അല്ലേ? ചേച്ചിയോ? ചേച്ചിയും പ്രോപ്പർ തൃശ്ശൂർ തന്നെയാണ്. പക്ഷേ കാലിക്കറ്റാണ്. ഞങ്ങൾ മാരേജ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫാദറിന് ബിസിനസ് അവിടെയാണ്, എനിക്കും ബിസിനസ് അവിടെയാണ്. ഓക്കെ ഓക്കെ. ലവ് മാരേജ് ആയിരുന്നോ? അങ്ങനെയൊന്നുമില്ല, ലവ് മാരേജ് ഒന്നുമില്ല. എന്തായാലും നമ്മളെ അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ്. പക്ഷേ എല്ലാം സെറ്റായി പിന്നെ ലവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കല്യാണം കഴിക്കുന്നവർ. ചേട്ടൻ പച്ചക്കറി കട്ട് ചെയ്യുന്നത് ഇപ്പൊ ആദ്യമായിട്ടാണോ? ഫസ്റ്റ് ടൈമാണ് പച്ചക്കറി കട്ട് ഇതുവരെ ചെയ്യുന്നത്. ക്യാബേജ് കട്ട് ചെയ്തിട്ടുണ്ട്, ഉള്ളി കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനെങ്ങനെ വലുപ്പം കൂടണോ കുറവുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിലൊരു സാമ്പാറിന്, എന്റെ മനസ്സിലെ സാമ്പാറിന്റെ വലിപ്പം ഇതാണ് കഷ്ണത്തിന് അല്ലേ? പക്ഷെ ചേട്ടന് അത്യാവശ്യം ഇത് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ ഇത് വൃത്തിയാക്കുന്നത്? കാരണം കറക്റ്റ് അത് എടുത്തിട്ട് രണ്ട് സൈഡ് അച്ഛൻ ഇങ്ങനെ വീട്ടിലെ അമ്മയും എല്ലാവരും ഒക്കെ ചെയ്യുന്നതല്ലേ, വൈഫും ഒക്കെ ചെയ്യുന്നതല്ലേ. അപ്പൊ നമുക്കൊരു ചെറിയ ധാരണ ഉണ്ടാവും. അത്യാവശ്യം സാമ്പാറിനകത്ത് പീസുകളൊക്കെ എങ്ങനെ എന്റെ മനസ്സിൽ ഞാനിങ്ങനെ കല്യാണരാമെല്ലാം തോന്നുന്നു ഇന്നസെന്റ് സാമ്പാർ ഉണ്ടാക്കുന്നത് ഇതിൽ അതിന്റെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് സലീംകുമാർ പറയുന്ന പോലെ ആവാൻ പാടില്ല. വെറുതെ തിളയ്ക്കുന്ന എന്തിനോ തിളയ്ക്കുന്ന ഒരു സാമ്പാറായിട്ട് മാറാൻ പാടില്ല. അതുപോലെ ഉണ്ട്. അല്ല ഇത് നീളത്തിലല്ലേ അരിയണ്ടേ? അല്ല അല്ല, രണ്ട് സ്റ്റൈലിൽ. ഞങ്ങൾ ഈ മലബാർ ഭാഗത്ത് ഇതിങ്ങനെ അരിയും. ഇവിടേക്ക് കുറച്ച് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഇത് നീളത്തിൽ അരിയും. സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്, സംസാരിച്ചത് അങ്ങോട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, രണ്ട് തരത്തിലും ഇടാം. ഏറ്റവും ഇഷ്ടമുള്ള വേറൊരു പച്ചക്കറി ഐറ്റം ഏതാ? എനിക്ക് മാങ്ങ കൊണ്ടുള്ള മാങ്ങാ പുളിശ്ശേരി. എൻ്റെ വൈഫ് ഉണ്ടാക്കുന്ന മാങ്ങാ പുളിശ്ശേരി ഒന്നും പറയാനില്ല. ഇന്നലെയും കൂടി ഉണ്ടാക്കിയിരുന്നു. അത് കഴിഞ്ഞു. മത്തങ്ങ അത്രയും മതിയോ? അങ്ങനെ വേണം. അതെല്ലാം എൻ്റെ ആ ഒരു സ്റ്റെപ്പായിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു സാമ്പാർ ഇരിക്കുന്ന പോലെ ആവണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് ഓരോന്ന് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ശ്രദ്ധിച്ചോളൂ. കൊള്ളാം. ചേട്ടൻ അത്യാവശ്യം എല്ലാം അറിയാം, നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നേ ചേച്ചി ഇതെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ച കാരണം നിങ്ങൾ തമ്മിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സാമ്പാറിന്റെ കഷ്ണം എടുത്ത് വെക്കാം, ഇന്നൊന്ന് അരിഞ്ഞ് പഠിക്ക് എന്ന് പറഞ്ഞിട്ട്. ആണോ? ഇന്നലെ വല്ല ഡെമോ ക്ലാസ്സും ഉണ്ടായിരുന്നോ? ഉള്ളി അരിയുമ്പോ കണ്ണ് നിറയുവോ? ഇല്ല. ചേട്ടാ സാമ്പാറിന് ഇത്ര ഇങ്ങനെ അരിയണ്ട, നാലായിട്ട് മുറിച്ചിട്ടാ പോരെ? ഓ അങ്ങനല്ലേ ഗൈസ്? നാലായിട്ട് മുറിച്ചിട്ടിട്ട് വേണം. അങ്ങനെയല്ല എന്ന് പറയാം എൻ്റെ അടുത്ത്. എന്തായാലും അരിഞ്ഞങ്ങിടാ അല്ലേ?
ചേട്ടൻ അപ്പൊ എല്ലാ ദിവസവും എത്ര മണിക്കാ പോവാ ഷോപ്പിലേക്ക്? ഞാൻ ഇവിടുന്ന് ഒരു 10 മണിക്ക് സ്ഥിരം പോകും. ഇന്നിപ്പോ ഞങ്ങൾ വന്ന കാരണം താമസിച്ചു. എല്ലാ ദിവസം 10 മണിക്ക് പോകും. 10 മണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടാവും. രാത്രി ഒരു 9 മണി വരെ ഡ്യൂട്ടി. അവസാനത്തെ ഐറ്റമാണ്. ഇനി മുരിങ്ങക്കായും കൂടെ ഉള്ളൂ. അപ്പോഴത്തേക്ക് എല്ലാം കറക്റ്റായി. കഴിഞ്ഞു അല്ല ചേട്ടാ? ഇതും കൂടെ ഉള്ളൂ. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കഴിഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാം തീർന്നു. ഇനി മല്ലിയിലയും കൂടെ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്താൽ മതി. നമ്മുടെ മല്ലിയിലയും കൂടെ ഒന്ന് പറഞ്ഞ പോലെ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ചേട്ടാ എനിക്ക് എന്തായാലും ചേട്ടനൊരു ഷേക്ക് ഹാൻഡ് തരണം. അടിപൊളിയായിട്ട് ചേട്ടൻ ഫിനിഷ് ചെയ്തു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചേച്ചിക്ക് ഇനി ചേച്ചി കുറച്ചും കൂടെ എക്സ്പേർട്ട്. അതുകൊണ്ട് ചേച്ചി ഇനി നോക്കുമ്പം ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഡിഫക്ട്സ് ഉണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഇവിടെ ഇരുന്ന് കണ്ടതിൽ നിന്ന് എനിക്കിങ്ങനെ ഭയങ്കര നമ്മളിങ്ങനെ എല്ലാത്തിനകത്തും ഒരു ആർട്ടാണ് എന്ന് പറയും. അത് ഭയങ്കര സത്യമാണ്. ബിക്കോസ് പുള്ളി പച്ചക്കറി കട്ട് ചെയ്യുന്നത് വരെ ഒരു രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. ഒരു കലയായിരുന്നു. ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത് കണ്ടാലേ അറിയാം. നോക്ക് ഓരോന്ന് പ്ലേസ് ചെയ്താണ് വന്നിരിക്കുന്നത്. എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്ക് അറിയത്തില്ല. നോക്ക്, നമ്മളിങ്ങനെ സാധാരണ ഞാനൊക്കെ ആണെങ്കിൽ വിചാരിക്കും സാമ്പാർ ഉണ്ടാക്കാനല്ലേ, എന്തായാലും എല്ലാം കൂടെ എടുത്ത് കുക്കറിൽ ഇടുവല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ പുള്ളി ഓരോന്നായിട്ട് ഭംഗിയായിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്നറിയോ? ചേട്ടൻ ഈ നമ്മുടെ മുരിങ്ങക്കായുടെ തൊലി കളഞ്ഞതാ. നോക്ക്, പെർഫെക്റ്റ്. അപ്പോൾ എന്തായാലും ചേട്ടാ, ഞാൻ ചേട്ടന് 10ൽ 10 മാർക്കും ഞാൻ തരും. പക്ഷെ ചേച്ചി എന്നാണ് പറയുന്നതെന്ന് നമുക്ക് അറിയാം അല്ലേ? അപ്പൊ ചേച്ചിയുടെ ഒരു സജഷനും ഫീഡ്ബാക്കും ഒക്കെ അറിയാൻ വേണ്ടി നമുക്ക് ചേച്ചി ഇങ്ങോട്ടേക്ക് വിളിക്കാം അല്ലേ? സ്മിത ചേച്ചി, ഹലോ, എന്തെടുക്കായിരുന്നു? കുറെ അധികം അവിടെ വെയിറ്റ് ചെയ്ത് എന്താ നടക്കണെന്ന് അറിയണ്ടായിരുന്നില്ല. കുറെ നേരം വെയിറ്റ് ചെയ്തോ? കുറച്ച് സമയമായില്ലേ? പക്ഷെ വർത്ത് ദ വെയിറ്റ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ. എനിക്ക് തോന്നി ചേച്ചിക്ക് എന്താണ് കണ്ടിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തോ? കട്ട് ചെയ്തത് കുഴപ്പമില്ല. പക്ഷെ നമ്മള് വെണ്ടയ്ക്ക ഒരുമിച്ചിടില്ല. വെണ്ടയ്ക്ക നമ്മൾ ഒരുമിച്ച് കുക്ക് ചെയ്യില്ല. അത് ലാസ്റ്റ് ഇടുക. അപ്പൊ അത് ഞാൻ തിരിച്ച് പറക്കിയിട്ട് എടുക്കേണ്ടി വരും. പിന്നെ ഈ മല്ലിയില ആക്ച്വലി നമ്മൾ ലാസ്റ്റ് ഇടുന്ന സാധനം ഗാർണിഷ് ചെയ്യാനാ. അപ്പൊ ഈ 2 സാധനം ഞാൻ ഇനി തപ്പി പറക്കി എടുക്കണം. പിന്നെ ഈ താഴത്തെ കഷ്ണമൊക്കെ കുറച്ച് ഇത്രയല്ല, കുറച്ചും കൂടി വലുതാക്കിയിട്ടാണ് ഇടുക. പക്ഷെ വലിയ കുഴപ്പമില്ല. അമരേക്കോല് അത് സംഭവമായി ക്ലീൻ ആക്കിയിട്ടുണ്ട്. താഴെ മത്തങ്ങയുണ്ട്, അതൊന്ന് കൈയിട്ട് ഒന്ന് നോക്കൂ. കായൊക്കെ ഇതൊക്കെ നമ്മൾ ഇങ്ങനെയല്ല അരിയ, അല്ല കുറച്ചും കൂടെ വലിപ്പം ഉണ്ടാവും. അതെ അതെ, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ എനിക്ക് അസൂയാന്ന്. പിന്നെ ഉള്ളി നമ്മൾക്ക് ഇങ്ങനെയല്ല, കഷ്ണമായിട്ടാണ്, കുറച്ചുകൂടി വലിയ കഷ്ണമായിട്ട് അത്രേ ഉള്ളൂ. പക്ഷെ ഇതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കിയോണ്ട് കുഴപ്പമൊന്നുമില്ല. ആകേണ്ടത് ഞാൻ തിരിച്ചതൊക്കെ ഇനി പറക്കെടുക്കണം. കട്ടിങ് തെറ്റിയിട്ട് ഒരേ വെപ്പ് വെച്ച ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. ഇല്ല, പക്ഷെ ഇപ്പൊ നമ്മള് എന്തോ, പക്ഷെ അതൊന്നും കുഴപ്പമില്ല. ഇത് നമ്മളുടെ ടാസ്ക് സാധാരണ ഇവിടെ സാമ്പാറിന് എങ്ങനെയാണോ പച്ചക്കറി അരിയുക അതേപോലെ ഒന്ന് അരിയുക എന്നുള്ളതായിരുന്നു. അതാ ചേച്ചി ഇത്ര ഇതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കിയാൽ നന്നാവും, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായാലും ഓൾ ടുഗദർ
മൊത്തത്തിൽ ഇത് കാണാൻ, അതായത് നമ്മളൊരു ടാസ്ക് ഏൽപ്പിച്ചപ്പോ ദാ ക്ലീൻ ചെയ്തതെല്ലാം പ്രത്യേകം മാറ്റി. ആൻഡ് ഇവിടെ ലാസ്റ്റ് ഒന്ന് ഒരു കൈ കൊണ്ട് പറ്റാവുന്ന പോലെ ഒന്ന് ക്ലീൻ ചെയ്ത്. ആൻഡ് ഇത് ഓരോന്നും വെറുതെ വെറുതെ അല്ല ഇട്ടത്, ഇങ്ങനെ മറ്റേ അത്തപ്പൂക്കൾ ഇടുന്നത് പോലെ ചേച്ചി പറഞ്ഞല്ലോ മല്ലിയിലേക്ക് അവസാനം അളന്നളന്ന സമയം എടുത്തില്ല, അളന്നളന്ന് വൃത്തിയായിട്ടാ ചെയ്തത്. ഒരു ആർട്ട് എന്ന് പറയൂല, ശരിക്കും ആർട്ട് ആൻഡ് ആർട്ടിസ്റ്റ് എന്ന് നമുക്ക് വേണേ പറയാം. പിന്നെന്താ മല്ലിയിലെ വന്ന എന്താന്നറിയോ ഇവിടെ തന്നെ, കാരണം പുള്ളി ബിൽഡ് ചെയ്ത് കൊണ്ടുവരില്ല ഒരു സാധനം, ലാസ്റ്റ് അത് ഗാർണിഷ് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് ഇവിടെ വന്നത്. അപ്പൊ എന്തായാലും ചേച്ചി എത്ര മാർക്ക് കൊടുക്കുമായിരിക്കും ഇതിന്? ഞാൻ 10 കൊടുത്തു കേട്ടോ. എനിക്ക് ചേച്ചി പറഞ്ഞ അത്രയും എനിക്ക് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ 10 കൊടുത്തു. 9 ഒക്കെ കൊടുക്കാം. 9 ഒക്കെ കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റില് ഞാൻ കുറച്ചും കൂടി ഒരു സന്തോഷത്തിന്റെ 2-3 പൊടിക്കൈകൾ അങ്ങോട്ട് ഇടട്ടെ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൂര്യ കോമഡി ഫൺ ഫാമിലി ടീമിന്റെ വക നല്ല എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, ആ ഗിഫ്റ്റ് തരട്ടെ. പക്ഷെ അത് അങ്ങനെ തരാൻ പറ്റത്തില്ല ചേച്ചി, ഒരു ചെറിയ കടമ്പയും കൂടെ ഉണ്ട്. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം ചേച്ചി റെസ്റ്റ് ചെയ്തല്ലോ, ഇനി വേണം ചേട്ടന് പോയി റെസ്റ്റ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഒരു ചെറിയ ഗെയിം സെഷൻ ആണ്. ആ ഗെയിം ചേച്ചിയും ഞാനും കൂടാണ് ഗെയിം സെഷൻ. ഓക്കെ, ആ ഗെയിം സെഷനിൽ ചേച്ചി ജയിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഞാനിപ്പോ പറഞ്ഞ സമ്മാനമില്ലേ, ജയിച്ചാലേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ റെഡി അല്ലേ? അപ്പൊ നമ്മള് എന്താ നേരത്തെ പറഞ്ഞ എക്സ്ക്ലൂസീവ് സമ്മാനം വേണോ? കിട്ടിയാ കൊള്ളാം. ഞാൻ പേടിപ്പിക്കുന്ന നടക്കായിപ്പോയി. അപ്പൊ എക്സ്ക്ലൂസീവ് സമ്മാനത്തിന് വേണ്ടിയുള്ള ഗെയിം സെഷനിലേക്കാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കാലെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ചേച്ചി ടെൻഷൻ ഉണ്ടോ? കുറച്ച്. അപ്പൊ എന്തായാലും നമ്മളിവിടെ ഗെയിം കാർഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 3 ഗെയിം കാർഡ്സിൽ ചേച്ചി ഒരു കാർഡ് ചൂസ് ചെയ്യുന്നു. ആ ഗെയിമാണ് നമ്മൾ രണ്ടുപേരും കൂടെ കളിക്കുന്നത്. ആൻഡ് ഈ ഗെയിമിൽ ജയിക്കുന്ന ആൾക്ക് ഞാൻ ജയിച്ചാൽ എനിക്കൊന്നുമില്ല, ചേച്ചി ജയിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് നമ്മൾ ചേച്ചിക്ക് തരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് താങ്ക് യു പറയാറായിട്ടില്ല. അപ്പൊ നമുക്ക് എന്തായാലും ചൂസ് ചെയ്യാം ഏത് ഗെയിം കാർഡാ വേണ്ടതെന്ന്. ഏതെടുക്കുക? യെസ്, ദാ ചേച്ചി ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഗെയിമാണ്. ഈ ഗെയിമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ ചേച്ചി? സാധാരണ ഗെയിംസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് കളിച്ച് കിട്ടേണ്ട ഗെയിമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ലക്ക് ബേസ് ചെയ്തിട്ടുള്ള ഗെയിമാണ്. നമ്മളുടെ രണ്ടുപേരുടെയും ഭാഗ്യം പോലെ ഇരിക്കും ഇത്. ഓക്കെ, അപ്പോൾ ബാക്കി കാർഡിൽ എന്താന്ന് നോക്കിയാലോ? നോക്കിയോ, എടുത്തോ. യെസ്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പക്ക പ്രോപ്പർ ഗെയിംസ് ആണ് ഇതൊക്കെ. ആൻഡ് ഇതൊന്ന് നോക്കൂ. സ്കില്ലും വേണം. അപ്പൊ ഇത് രണ്ടുമാണ് ബാക്കി കാർഡ്സിൽ ഉണ്ടായിരുന്നത്. ബട്ട് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി, എന്താണ് ഫോർച്ചുനേറ്റ് ആണോ നമ്മൾ അൺഫോർച്ചുനേറ്റ് ആണോ എന്ന് നമുക്ക് ഗെയിം കളിച്ച് കഴിയുമ്പോഴേ അറിയാൻ പറ്റും. അതാ ഈ ഗെയിമാണ് ചേച്ചി ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതാ ഈ ഗെയിം കളിക്കാം അല്ലേ? അപ്പൊ സോ പ്രോപ്പർട്ടീസ് ഒക്കെ വരട്ടെ അല്ലേ? പ്രോപ്പർട്ടീസ് പോരട്ടെ. അപ്പോൾ ചേച്ചി ഇതാണ് നമ്മളുടെ ഗെയിമിന് വേണ്ടിയുള്ള പ്രോപ്പർട്ടീസ്. നേരത്തെ ഞാൻ പറഞ്ഞ നമ്മുടെ ലക്ക് ഫാക്ടർ ഗെയിം. സോ ഇതാ ഒരു ഐ മാസ്ക് ഉണ്ട് ഇവിടെ. ഐ മാസ്ക് എടുക്കുക, കണ്ണ് മൂടുക, ആൻഡ് ഈ പ്ലേറ്റ് കൈ പിടിക്കുക, എന്നിട്ട് സ്പൂണുണ്ട്. എന്തായിരിക്കും? കണ്ണ് കാണാൻ പറ്റില്ലല്ലോ നമുക്ക്. കണ്ണ് കാണാൻ പറ്റാതെ ഇതെടുത്ത് ഇതിനകത്ത്. ഇപ്പം നോക്കുമ്പോൾ സിമ്പിളാണ്, കണ്ണ് അടച്ചു കഴിയുമ്പോൾ കുറച്ച് പാടായിരിക്കും. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ലക്ക് ബേസ്. അതിങ്ങനെ എടുത്തിടുക. അപ്പം നമ്മൾ ടൈമർ നോക്കും. 1 മിനിറ്റ് ആണ് ടൈം. ടൈമർ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇപ്പം ഞാൻ കളിക്കുന്ന സമയത്ത് ചേച്ചി ടൈമിംഗ് നോക്കുക. 1 മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റോപ്പ് ആവും. അപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. നമ്മൾ രണ്ടുപേരും കമ്പയർ ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഈ സ്വീറ്റ്സ് ഇതിനകത്തോട്ട് ആക്കിയ ആളാണ് ജയിക്കുന്നത്. ആദ്യം ആര് കളിക്കും? ആണോ? ഓക്കെ, ആദ്യം തന്നെ ഞാൻ കളിച്ച് തോറ്റ് കാണിച്ചു തരാം ചേച്ചി. നമ്മളിനി ബസറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ബസർ അടിച്ചു കഴിയുമ്പോൾ ചേച്ചി ടൈമർ സ്റ്റാർട്ട് ചെയ്തു. വെയിറ്റിംഗ് ഫോർ ദ ബസർ. ഒന്നും കേറുന്നില്ലേ? വല്ലതും വീഴുന്നുണ്ടോ? ഒന്നും എനിക്ക് അറിയാൻ വയ്യ. എന്തെങ്കിലുമൊക്കെ താഴോട്ട് പോകുന്നുണ്ടോ എന്നൊരു സംശയം.
1 മിനിറ്റ് കഴിഞ്ഞില്ലേ ചേച്ചി? അയ്യോ ചുമ്മാ അല്ലേക്കൊന്നും കിട്ടാൻ എല്ലാം താഴെ കിടക്കുമായിരുന്നു. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. സോ 18 സ്വീറ്റ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചേച്ചി ഇതിനേക്കാളും കൂടുതൽ എടുക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് തരിക. ഓക്കെ. അപ്പോൾ എനിവേസ് എന്തായാലും അടുത്ത ചേച്ചിയുടെ ടേണിന് വേണ്ടി നമ്മളിതാ ഇവിടെ എല്ലാവരും സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചേച്ചി നമ്മൾ ബസറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബസർ അടിക്കുന്നു, ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്തു. ഇതിലുണ്ടോ വീഴുണ്ടോ? ആ വീഴുന്നുണ്ട്. ധൈര്യമായിട്ട് ഇട്ടോ, വീഴുന്നുണ്ട്. ഈ ഒരു ചെറിയ കൺഫ്യൂഷൻ ആയിരുന്നു കളിച്ച സമയത്ത് എനിക്കും തോന്നിയത്. വീഴുന്നുണ്ട് ചേച്ചി. ഓക്കെ, 1 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. സോ ചേച്ചി ഇതാണ് ചേച്ചി ഫില്ല് ചെയ്തത്. 1 2 3 4 5 6 7 8 9 10 11 12 13 13. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അല്ല, നല്ല വ്യത്യാസമുണ്ട്. 18 ഉണ്ടാ, എന്നാലും ചെറിയ സ്ലൈറ്റ് ഡിഫറൻസേ ഉള്ളൂ. സോ അപ്പോൾ നമ്മളുടെ ഗെയിം സെഷൻ ഇവിടെ തീർന്നിരിക്കുകയാണ്. ഞാനും ചേച്ചിയും കൂടെ ഗെയിം കളിച്ചതിൽ എനിക്ക് 18 പോയിന്റ്സും ചേച്ചിക്ക് 13 പോയിന്റ്സും ആണ്. സോ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ ആ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സമ്മാനം എനിക്ക് തരാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ചേട്ടനെ കൊണ്ട് ഇത്രയും സാമ്പാറിന്റെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യിപ്പിച്ചല്ലേ, നമ്മൾ ഈ ഗെയിം കഴിഞ്ഞല്ലേ. അപ്പൊ ഞങ്ങൾ അങ്ങനെ വെറുതെ പോവില്ല. കുറച്ചധികം ഗിഫ്റ്റ്സ് ഞങ്ങൾക്ക് തരാനുണ്ട്. സോ അത് തരുന്നതിന് മുമ്പ് നമുക്ക് ചേട്ടനെയും കൂടെ വിളിക്കാം. ചേട്ടനും കൂടെ വന്നിട്ട് ഗിഫ്റ്റ്സ് ഞാൻ തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗെയിം സെഷൻ ഒക്കെ ഫിനിഷ് ചെയ്തു. ഇനി അടുത്തത് കുറച്ചധികം ഗിഫ്റ്റ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് 2 പേർക്കും തരാനായിട്ട്. മൈ ചോയ്സ് പുട്ട്, 4 ആൾ അറിയുന്ന പുട്ട്, ഇനി സ്പൈസസും നൽകുന്ന നല്ല അടിപൊളി ഒരു സമ്മാനം. ഗിഫ്റ്റ് സ്പോൺസേർഡ് ബൈ നാവിനും മനസ്സിനും രുചി പകരുന്ന ജനപ്രിയ സ്നാക്സ് ലാ ക്രിസ്പോ സ്നാക്സ് ഫ്രം ഹെബ്രോൺ ഗ്രൂപ്പ്. മാമിയ വെൽനസ്, ചർമ്മ സംരക്ഷണത്തിന് ആയുർവേദ ചേരുവകൾ നൂതന സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്ത കോസ്മെറ്റിക് പ്രോഡക്ട്സ്. മാമിയ വെൽനസ്, ദ കംപ്ലീറ്റ് അക്വിസിഷൻ ഓഫ് ഹാപ്പിനെസ്. വേദനകൾ മറക്കാം, നന്നായി നടക്കാം, ബിഗ് ബിയുടെ ഓർത്തോപീഡിക്സ് ചെരുപ്പുകൾ. ബിഗ് ബി നൽകുന്ന നല്ല അടിപൊളി ഒരു സമ്മാനം. 100% വസ്ത്രങ്ങൾക്കും കൈകൾക്കും സുരക്ഷിതം സൂര്യ വാഷിംഗ് സോപ്പ്, 100% വെജിറ്റബിൾ ഓയിലിൽ നിർമ്മിച്ചത്. പച്ചവെള്ളത്തിൽ തയ്യാറാക്കാവുന്ന ഒറോട്ടി സ്പെഷ്യൽ അരിപ്പൊടി, സ്വാദിഷ്ടമായ നൂൽപുട്ട്, അരിപ്പത്തിരി എന്നിവയുണ്ടാക്കാം നൽകുന്ന നല്ല അടിപൊളി ഒരു സമ്മാനം. എക്കോ ഫ്രണ്ട്ലി ബയോഡീഗ്രേഡബിൾ കോക്കനട്ട് ഓയിൽ ബേസ്ഡ് ഹോം കെയർ പ്രോഡക്ട്സ് ബയോഗ്രസ് നൽകുന്ന ഒരു സമ്മാനം. സോ എന്തായാലും ഇന്ന് നല്ല അടിപൊളി ഒരു ഡേ ആയിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സമ്മാനം ചേച്ചിക്ക് കിട്ടിയില്ല. ബട്ട് എന്നാലും കുഴപ്പമില്ല, ഇഷ്ടമായിരുന്നു. സോ ഇതുപോലെ ചെറിയൊരു ഗെയിം സെഷൻ, അതായത് ചെറിയൊരു ടാസ്ക് നിങ്ങളുടെ പാർട്ട്ണർക്ക് കൊടുത്ത് പിന്നെ ഒരു ഗെയിം സെഷനും ഒക്കെ ആയിട്ട് ഒരു ഡേ ഇൻട്രസ്റ്റിംഗ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് നമ്മുടെ താഴെ കാണുന്ന മെയിൽ ഐഡിയിലേക്ക് മെയിൽ ചെയ്യൂ. മറ്റൊരു പുതിയ എപ്പിസോഡുമായി ഞാൻ എത്തുന്നതായിരിക്കും. Till then, this is me, Srinidhi Samartha, signing off from My Choice Puttupodi and Spices Fun Family. Bye.